ഈ വർഗീയ വിദ്വേഷത്തിൻ്റെ ഏറ്റവും മ്ലേച്ഛമായ ആ രൂപഭാവ പ്രകടനങ്ങളുടെ ഏതാണ്ടൊരു മൂന്നാം ഘട്ടത്തിലേക്ക് കേരള സമൂഹം കടന്നിരിക്കുകയാണ്. ആദ്യഘട്ടം നിശബ്ദതയുടെ ഉള്ളിൽ സൂക്ഷിച്ച സംഗതിയുടേതായിരുന്നു. രണ്ടാം ഘട്ടം അത് പ്രകടിപ്പിക്കലിൻ്റേതായിരുന്നു. ഇപ്പം മൂന്നാം ഘട്ടം എന്തുവാന്ന് വെച്ചാൽ, ആരാണ് പ്രതി, ആരാണ് വാദി, ഏത് കോടതി ശിക്ഷിച്ചാലും തങ്ങളുടെ കോടതിയിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന സംഘം പ്രവർത്തകരാണെങ്കിൽ, സമാജം പ്രവർത്തകരാണെങ്കിൽ, ഏറ്റവും തറയിലുള്ള കൃഷ്ണരാജ് മുതൽ ഏറ്റവും മുകളിലുള്ള ആളുകൾ പോലും മാറിയും തിരിഞ്ഞും അതിനെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. വിധിയെ തെറി പറഞ്ഞുകൊണ്ടിരിക്കും. വിധിക്കെതിരെ മിണ്ടാത്ത ഈ RSSലെയും BJPയിലെയും നേതാക്കളെ അപമാനിച്ചുകൊണ്ടേയിരിക്കും. ഇതതിൻ്റെ മൂന്നാം ഘട്ടമാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇനി പറയാനിരിക്കുന്ന ജഡ്ജിനുള്ള വാണിങ്ങും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പെൺകുട്ടികൾ, മുസ്ലിം കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ അത്തരം ആളുകളോ ആണെങ്കിൽ അവരോടുള്ള ആ സമീപനത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. നമ്മൾ സാധാരണ പറയും മുസ്ലിം സമൂഹം ഭയങ്കര വികാരികളാണ്, അവർ ഭയങ്കര വികാരം പ്രകടിപ്പിക്കും എന്നൊക്കെ പറയാറുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. കേരളത്തിൽ ഇന്ന് വരെ ഒരുപാട് മുസ്ലിം വേഷധാരികളെ, അല്ലെങ്കിൽ സവിശേഷമായ വേഷം കൊണ്ട് തിരിച്ചറിയുന്നവരെ, പേര് കൊണ്ട് തിരിച്ചറിയുന്നവരെ, ആ തൊഴിലെടുത്ത് പിന്നെ ജീവിക്കുന്നവരെ, ഇപ്പോൾ മദ്രസയിൽ ജോലി ചെയ്യുന്നവർ, പള്ളിയിൽ ജോലി ചെയ്യുന്നവർ, ഇങ്ങനെയുള്ളവരെയൊക്കെ പലതരം കേസുകളിൽ പിടിച്ചിട്ടുണ്ട്. ചിലത് നിരപരാധിയാണെന്ന് വിട്ടയച്ചിട്ടുണ്ട്, മറ്റ് ചിലത് ശിക്ഷിച്ചിട്ടുണ്ട്. 80 വർഷം, 100 വർഷം, 120 വർഷം ശിക്ഷിച്ച പോസ്റ്റുകൾക്കടിയിൽ അവനിത് പോരായിരുന്നു, അവൻ്റെ തല കണ്ടിക്കേണ്ടതായിരുന്നു എന്നാണ് മുസ്ലിം സമൂഹം പലപ്പോഴും പ്രതികരിക്കാറുള്ളത്. അല്ലെങ്കിൽ അത് ജാതി നോക്കിയും മതം നോക്കിയുമല്ല പ്രതികരിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ പാലത്തായി പത്മരാജൻ എന്ന് പറയുന്ന ഒരാൾ ചെയ്ത പ്രവൃത്തിയെ, ആ പ്രവൃത്തിയിൽ അതിൻ്റെ മൂന്നാം ഘട്ടമോ നാലാം ഘട്ടമോ നടത്തിയ അന്വേഷണത്തിൽ വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ജഡ്ജിക്ക്, ഒരു വനിതാ ജഡ്ജിക്ക് ബോധ്യപ്പെടും വിധം വളരെ കൃത്യമായി വിധി പറഞ്ഞ സംഗതിയിൽ പോലും കോടതിയിൽ ജോലി ചെയ്യുന്ന വക്കീലെന്ന് അവകാശപ്പെടുന്ന, ഉള്ള അമ്പലങ്ങളിൽ മുഴുവൻ നടന്ന് സ്ഥലം വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞ് അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുക പാവങ്ങളെ ഈ കൃഷ്ണരാജ് എന്ന് പറയുന്നത്. പല ക്ഷേത്രക്കാരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് 10 പൈസയുടെ ഗുണം കിട്ടാതെ ലക്ഷക്കണക്കിന് രൂപ അടിച്ചുകൊണ്ട് പോയി അങ്ങനെ ജീവിക്കുക കൃഷ്ണരാജ്. അതുണ്ട്. പക്ഷേ അയാൾ പോലും പോസ്റ്റ് ഇട്ടിട്ട് യാതൊരു പ്രശ്നവുമില്ല, യാതൊരു നടപടിയില്ല. അങ്ങനെ ഒരു കോടതി വിധിയെ ഒരു സംസ്ഥാനത്ത് ചോദ്യം ചെയ്തിട്ട് പോലും വളരെ ബലിഷ്ഠമായ വർഗീയതയ്ക്കെതിരെ പോരാടുന്ന, മതനിരപേക്ഷ പക്ഷത്ത് നിന്ന് പോരാടുന്നു എന്ന് അവകാശപ്പെടുന്നിടത്തൊന്നും യാതൊരു വിഷയവുമില്ല. പൊതുസമൂഹത്തിൽ ആരും മിണ്ടുന്നുമില്ല. 2 തരം സംഖ്യകളുണ്ട് ഇതിനകത്ത്. ഒരു തരം സംഖ്യകളുണ്ട് നമ്മുടെ ശ്രീജിത്ത് പണിക്കരെ പോലെ. അവർ ഈ മൂല്യങ്ങളെ, നിയമങ്ങളെ ഒക്കെ വളരെ ഉയർത്തി, കോടതികളെ വലിയ പുകഴ്ത്തി, നിങ്ങളെന്താണ് കോടതിയിൽ പോകാത്തത്, നീതി കിട്ടേണ്ടത് അവിടുന്നല്ലേ, അവിടെ വിധിക്കുന്നതല്ലേ നീതി, രാഹുൽ ഗാന്ധി എന്തിനാണ് തെരുവിലൂടെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു തരം നമ്മൾ വൈറ്റ് കോളർ സംഖ്യകൾ. എന്നാൽ മറുവശത്ത് കൂതറ സംഖ്യകൾ എന്ന് അവകാശപ്പെടുന്ന കുറേ പേരുണ്ട്. ആ 2 പേരുടെ ഇടയിൽ ഇതുപോലെ വൈറ്റ് കോളർ റേപ്പ് അഥവാ ബാലപീഡനം ഒക്കെ നടത്തിയാൽ മറ്റൊരു മിണ്ടൂല്ല. എവർ രംഗത്ത് വരും. എവർ രംഗത്ത് വന്നിട്ട് ഇതിനെ ആക്ഷേപിക്കും, ഇതിനെ ഭീഷണിപ്പെടുത്തും. എന്തെല്ലാം തരത്തിലുള്ള കമൻറ്റുകളും പോസ്റ്റുകളുമാണ് ഓരോരുത്തരിട്ടിരിക്കുന്നത്. പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരുപാട് ആളുകൾ അഭിപ്രായം പറഞ്ഞു. ഒരുപാട് സമരങ്ങൾ നടന്നു. ആ സമരങ്ങളോട് വിയോജിച്ചവരുണ്ട്. അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ സാക്ഷാൽ സുരേന്ദ്രണ്ണം മുതൽ താഴോട്ടുള്ളവരെല്ലാം അതിനോട് വിരോധിച്ചു. അഥവാ അത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതിനെ ന്യായീകരിച്ചു. ഒരാളിൻ്റെയും പേരിൽ ഒരു പീഡന കേസും കേരളത്തിലുണ്ടായില്ല. ആരും അതിൻ്റെ പേരിലൊന്നും ആരെയും കുടുക്കിയില്ല. പക്ഷേ ഇവിടെ ഒരു അധ്യാപകൻ എന്ന് പറയുന്നവൻ ഒരു കുട്ടിയെ, ലോകത്താരെങ്കിലും വിചാരിക്കുമോ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ ഇവൻ ചെയ്തു എന്ന് പറയുന്നത് ഒരു അന്വേഷണ സംഘം അന്വേഷിച്ച് അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി ശിക്ഷിച്ചിട്ട് പോലും ആ കോടതി വിധിക്ക് ഒരു പുല്ല് വിലയുമില്ലെന്നും ഞങ്ങളുടെ കോടതിയാണ് തീരുമാനിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇതുപോലെ ചെയ്യുമ്പം അവരെ സമര പോരാളികളാണ്, കോടതികൾ ബൂർഷോ ആണ് എന്നൊക്കെ പറഞ്ഞ് പല ശിക്ഷിക്കുന്നവരെയും ഈ സ്ഥാനാർത്ഥികളാക്കുന്നത് പോലെയും അതുപോലെ ചെയ്യുന്നത് പോലെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പുതിയ ഒരു സംഗതി കൂടി വെട്ടിത്തുറന്നിരിക്കുകയാണ്. ഒരു പുതിയ കാഹളം കൂടി. ഇത് 3ാം ഘട്ടമാണ്. ഇനിയിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 തവണ എഴുതി തള്ളിയ, അല്ലെങ്കിൽ പലരും അന്വേഷിച്ച് തള്ളിയ ഒരു കേസ് 4ാമത് അന്വേഷിക്കുമ്പോൾ, ആ അന്വേഷണത്തിന് വേണ്ടി ഇരയായവർ വാശിയോടെ നിൽക്കുമ്പോൾ ഒരു സാമാന്യ സമൂഹത്തിന് ബോധ്യപ്പെടും ആരുടെ ഭാഗത്താണ് നീതിയെന്ന്. എന്ന് മാത്രമല്ല, 4ാമത് പരിശോധിക്കുന്നവർ വളരെ ശ്രദ്ധയോടെ പരിശോധിക്കും. ഇനി കോടതിയിലെത്തുമ്പോഴോ ജഡ്ജോ
3 തവണ എഴുതിത്തള്ളിയ ഒരു കേസായിട്ട് 4ാമത് എന്തുകൊണ്ട് തെളിയിച്ചു എന്നുള്ളത് കുറച്ചുകൂടി സമഗ്രമായി ആഴത്തിൽ പഠിക്കും. എന്നിട്ട് മാത്രമേ വിധി പ്രസ്താവിക്കൂ. നമ്മളൊരു രോഗമാണെന്ന് വിധി എഴുതുന്നതും ഒരു രോഗത്തെ സംബന്ധിച്ച് രണ്ടിടത്ത് കൺഫ്യൂഷൻ ഉണ്ടായിട്ട് 3ാമതൊരു ഡോക്ടറെടുത്ത് എന്നാൽ അയാൾ എങ്ങനെ പരിശോധിക്കും? വളരെ ആഴത്തിൽ പരിശോധിക്കില്ലേ? കാരണം ഒരാളതാണെന്ന് പറഞ്ഞു, 2ാമത്തെ ആളല്ലെന്ന് പറഞ്ഞു, അപ്പം 3ാമത് അവർ വന്നിരിക്കുക. അപ്പോൾ അതിലെനിക്കൊരു ഫൈനസ്റ്റായിട്ടുള്ള ഒരു ഉത്തരം പറയണം. അത് വളരെ കറക്റ്റായിരിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യും? കൂടുതൽ ആഴത്തിൽ പഠിച്ചിട്ടാണ് അയാളത് റൂൾ ഔട്ട് ചെയ്യുകയോ അംഗീകരിക്കുകയോ ചെയ്യുക. അത്ര പോലും സാമാന്യ നീതിയും തമ്പ് റൂളും ന്യായവും എല്ലാം ഉള്ളതിനോട് കൂടി തന്നെയാണ് പാലത്തായി പപ്പൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത്. ഒരു കാര്യം ചെയ്യൂ, കോടതികൾ ഇനി ഒരുപാട് കയ്യിലുള്ളതില്ലേ? ആരെങ്കിലും ഈ പാലത്തായി പപ്പന് നീതി വേണമെന്നും പറഞ്ഞ് അഹമ്മദാബാദ് കോടതിയിലോ എവിടെങ്കിലും പറ്റുന്നൊരു എടുത്ത് കേസ് കൊടുക്കൂ, എന്നിട്ട് മോചിപ്പിക്കൂ. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ സ്വാതി പ്രാച്ചിക്കൊക്കെ കൊടുത്തതുപോലെ ബാലിക സേവാ പുരസ്കാരം പാലത്തായി പപ്പന് കൊടുക്കൂ. എന്തെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് അതും കൂടി കാണാം. അത്രയല്ലേ ഉള്ളൂ. എത്ര നാൾ, എങ്ങനെ, എവിടെ വരെ? നീതിയും സത്യവും ഈ പ്രപഞ്ചത്തിലില്ലേ? അതുണ്ടാവില്ലേ? കാത്തിരിക്കാം.